نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا. فيا أيها الناس اتقوا الله حق تقاته، فقد قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കുന്ന, അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ കൂടി സന്തോഷം നിറഞ്ഞ ഒരു വ്യക്തി കുടുംബ ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമ്മൾ നിന്ന് വിട പറഞ്ഞുകൊണ്ട് ഖബറിൽ നിന്ന് ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഖുതുബക്ക് വേണ്ടി മിമ്പറിലേക്ക് കയറുമ്പോൾ ആദ്യമായി ഇവിടെ ഞാൻ നിന്നതിന് ശേഷം നമ്മളെല്ലാം കേൾക്കുന്നത് അള്ളാഹുവിലേക്കുള്ള നമസ്കാരത്തിലേക്കുള്ള ബാങ്കിൻ്റെ വിളിയാളമാണ്. ഖുതുബക്കായി കാതോർത്ത് നിൽക്കുന്ന നിങ്ങളെല്ലാം കേൾക്കുന്നത് ആദ്യമായി ആ ബാങ്കിൻ്റെ വാക്കുകളാണ്. മുഅദ്ദിനിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ആ ബാങ്കിനൊരു കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മക്ക കാലഘട്ടത്തിൽ പരസ്യമായി നമസ്കരിച്ചിരുന്നില്ല. മദീനയിലെത്തിയതിനു ശേഷമാണ് നബിയും സഹാബാക്കളും പരസ്യമായി നമസ്കാരം ആരംഭിച്ചത്. 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ വേണ്ടി എങ്ങനെ ആളുകളെ ക്ഷണിച്ചു വരുത്തും എന്ന വിഷയത്തിൽ നബിയും സഹാബാക്കളും പരസ്പരം കൂടിയാലോചിച്ചു. ചില സഹാബാക്കൾ പറഞ്ഞു, നമുക്ക് സമയമാകുമ്പോൾ പള്ളിയുടെ മുകളിൽ ഒരു കൊടി കെട്ടിത്തൂക്കാം. മറ്റു ചിലർ പറഞ്ഞു, പള്ളിയുടെ മുകളിൽ തീ കത്തിക്കാം, ഒരു തീ കത്തിച്ചു വെക്കാം. മറ്റു ചില സഹാബാക്കൾ പറഞ്ഞു, നമുക്ക് ശംഖൂതാം, അതിന് വലിയ ശബ്ദമുണ്ടാകും, ആ ശബ്ദം കേട്ടിട്ട് സമയമായി എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾക്ക് നമസ്കരിക്കാൻ വരാനോ. ചില സഹാബാക്കൾ പറഞ്ഞു, നമുക്ക് പള്ളിയിൽ ഒരു വലിയ മണി കെട്ടി തൂക്കാം, 5 നേരം നമസ്കാര സമയമാകുമ്പോൾ ആ മണിയടിക്കുകയും അത് കേട്ടിട്ട് ആളുകൾ വരികയും ചെയ്യട്ടെ. അവരോട് ഈ വിഷയം കൂടി ആലോചിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മറുപടി ഒന്നും തൃപ്തിയായില്ല. കാരണം ഇതെല്ലാം അമുസ്ലിമീങ്ങളായ മറ്റു മത സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പെട്ടതായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂടിയാലോചനയ്ക്ക് ശേഷം നിങ്ങളെല്ലാവരും മടങ്ങിപ്പോവുക, നാളെ നമ്മൾ കൂടി ഇരിക്കുന്നതിന് മുമ്പായി ഇതിനെക്കുറിച്ച് നന്നായി ആലോചിച്ച് ചിന്തിച്ച് വരിക എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കളെ യാത്രയാക്കി. ആ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വന്നവരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് ഇബ്നു അബ്ദുർ റബ്ബ എന്ന് പറയുന്ന സഹാബി ഉണ്ടായിരുന്നു.
അദ്ദേഹം നന്നായി ആലോചിച്ചു, ചിന്തിച്ചു, എങ്ങനെയാണ് ക്ഷണിക്കുക. അന്ന് രാത്രി അദ്ദേഹം കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ അദ്ദേഹം സ്വപ്നം കണ്ടതായിരുന്നു ബാങ്കിന്റെ ആ 8 വരികൾ 2 തവണ ആവർത്തിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ചെവിയുടെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മലക്കുകൾ ബാങ്കിന്റെ വാക്കുകൾ അദ്ദേഹത്തിന് ഓതി കേൾപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് ഇബ്നു അബ്ദുറഹ്മാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിപ്പോയി. യാ റസൂലുള്ളാഹി, കഴിഞ്ഞ ദിവസം പാതിരാത്രി ഞാൻ ബാങ്കിന്റെ വചനങ്ങൾ കേട്ടു, പള്ളിയിലേക്ക് നമസ്കാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതിന്റെ വാക്കുകൾ വചനങ്ങൾ ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ലളിതങ്ങളുടെ അടുക്കൽ ഓടിയെത്തി. ആദ്യം എത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം ഓടിയെത്തിയ ഉടനെ തന്നെ വേറെയും ഒരുപാട് സഹാബാക്കൾ സമാനമായ രീതിയിലുള്ള സ്വപ്നം കണ്ടിരിക്കുന്നു. അതിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ബാങ്കിലേക്ക് ക്ഷണിക്കാൻ, നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ, പള്ളിയിലേക്ക് ക്ഷണിക്കാൻ വചനമായി. പക്ഷെ ആരാണ് ആ ബാങ്കിന്റെ വചനങ്ങൾ വിളിക്കേണ്ടത്? മദീനത്തെ മസ്ജിദുൻ നബവിയിലെ ഇമാം, ആ നാടിന്റെ ഭരണാധികാരിയായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുസല്ലയിൽ നിൽക്കുന്ന ഇമാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് നിന്നുകൊണ്ട് ബാങ്കിന്റെ വചനങ്ങൾ ഉച്ചരിക്കേണ്ട മുഅദ്ദിനാരാണ്. സഹാബാക്കളെല്ലാവരും കൗതുകത്തോട് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കൾക്കിടയിൽ നിന്ന് ഒരു കുറുകിയ മനുഷ്യനോട് മുന്നോട്ട് വരാൻ പറയുന്നത്. കറുത്തിരുണ്ടൊരു മനുഷ്യൻ, ചുരുണ്ട മുടികളുള്ള ഒരു മനുഷ്യൻ, നമ്മുടെ എല്ലാം സൗന്ദര്യ കാഴ്ചപ്പാടിൽ അല്പം പോലും സൗന്ദര്യമില്ലാത്തൊരു മനുഷ്യൻ, റബാഹിന്റെ മകൻ ബിലാൽ. ഉമ്മയാരാണെന്നറിയാത്ത ഏതോ കാലത്ത് എത്യോപ്യയിൽ നിന്ന് മക്കയിലേക്ക് കുടിയേറിയ ഒരു അനാഥ പെണ്ണിന്റെ മകൻ ബിലാൽ ഇബ്നു റബാഹ്. ആരായിരുന്നു ബിലാൽ ഇബ്നു റബാഹ്? മക്കയുടെ മലഞ്ചെരുവുകളിൽ കൂടി ഒരു കാലത്ത് ആടിനെയും മേച്ചു നടന്നൊരു ചെറുബാലൻ. കറുത്തിരുണ്ട അടിമ പെണ്ണിന്റെയും അടിമയുടെയും മകൻ, ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ അടിമ. പകലുകളിൽ ആടിനെ മെക്കുകയും രാത്രികാലങ്ങളിൽ ഉമയ്യത്തടക്കമുള്ള മക്കാ മുശ്രിക്കീങ്ങൾക്ക് മദ്യം വിളമ്പുമ്പോൾ അവർക്കാവശ്യമുള്ള ഗാനങ്ങളും പാട്ടുകളുമെല്ലാം പാടിയിരുന്ന മക്കയിലെ അടിമ ബാലൻ അതായിരുന്നു ബിലാൽ ഇബ്നു റബാഹ്. ബിലാൽ ഇബ്നു റബാഹിനോട് നബി തങ്ങൾ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബാങ്ക് കൊടുക്കാൻ ഒരുങ്ങുന്ന നബി തങ്ങൾ ബിലാലിനോട് പറഞ്ഞു, ബിലാലെ ഇവിടെ വെച്ചല്ല, മസ്ജിദുൻ നബവിയുടെ മിനാരത്തിലേക്ക് കയറ്. ആ മിനാരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന മഹത്തായ ഈ തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മദീനയാകെ വിളംബരം കൊള്ളുന്ന രീതിയിൽ ബാങ്ക് വിളിച്ചു. അത് വലിയൊരു വിളംബരമായിരുന്നു, അത് വലിയൊരു വിപ്ലവമായിരുന്നു. മദീനത്ത് അന്ന് ജൂതന്മാരുണ്ട്, അന്ന് ക്രിസ്ത്യാനികളുണ്ട്, അവരെല്ലാം ബനൂ ഇസ്രായേലുകാരാണ്. അവരെല്ലാം കരുതിപ്പോന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരിലായിരുന്നു ആ ബാങ്ക്. അവരെല്ലാം വിശ്വസിച്ചു പോന്നിരുന്ന ജാതീയതക്കെതിരിലായിരുന്നു ആ ബാങ്ക്. മദീനത്തെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, ഞങ്ങൾ ബനൂ ഇസ്രായേലുകാരാണ്, ഞങ്ങൾ യാക്കൂബിന്റെ സന്താനങ്ങളാണ്, ഈ അറബികൾ ഇസ്മായിലിന്റെ സന്താനങ്ങളാണ്. ആരാണ് ഇസ്മായിൽ? ഞങ്ങളുടെ ഉപ്പാപ്പയായ ഇബ്രാഹിമിന് ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, ഹാജറ. ആ അടിമപ്പെണ്ണിന് ജനിച്ച മക്കളാണ് ഈ അറബികൾ എന്ന് അറബികളെ അടവത്തത്തിന്റെ കണ്ണുകളോട് നോക്കി നിന്നവരായിരുന്നു മദീനത്തെ ജൂതന്മാരും നസാറാക്കളും. അവരുടെ മുമ്പിലാണ് മനുഷ്യന്മാരിൽ അധമന്മാരും ഉന്നതന്മാരുമില്ല, എല്ലാ മനുഷ്യരും മാധവന്റെ സന്തതികളാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ കറുത്ത അടിമയെ മദീനത്തുള്ള മിനാരത്തിന്റെ മുകളിൽ കയറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുപ്പിച്ചത്. തീർന്നില്ല. ഹിജറ 8-ാം വർഷത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് മക്ക എന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരായിരുന്നു പ്രവാചകനും സഹാബത്തും. 8 വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് അവർ തിരിച്ചു വരുന്നത് വിജയശ്രീലാളിതരായിട്ടാണ്. മക്കയും മദീനയും നജ്ദും നജറാനും അടങ്ങുന്ന ഹിജാസിന്റെ ഭൂമികയെല്ലാം ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളം കയ്യിൽ വന്നിരിക്കുന്നു. മക്കയിലെ മുസ്ലിക്കുകളെല്ലാം പരാജയപ്പെട്ടു. അബൂജഹലും ഉത്ബത്തും റബിയയും വലീദും ഉമയ്യത്തും സഹ്വാനും ഇക്രിമയും അബൂ സുഫിയാനും ഹിന്ദുമടങ്ങുന്ന എല്ലാ മക്കാ മുസ്ലിക്കുകളും പഞ്ചപുച്ഛമടക്കി. കാബാലയത്തിന്റെ മുറ്റത്ത് അന്ന് 300 ചില്ലാനം വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളുടെ വിടങ്ങൾ തച്ചു തകർത്തു. കാബക്കകത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും ഇസ്ഹാഖിന്റെയും ഹാജറുടെയും വിഗ്രഹങ്ങളുണ്ട്. അതെല്ലാം വിധങ്ങൾ തകർത്തു. കാബാലയം വൃത്തിയാക്കി, ഹറമിന്റെ പരിസരം വൃത്തിയാക്കി. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. നബിതങ്ങൾ കൗതുകത്തോടുകൂടി തന്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന സഹാബാക്കളിലേക്ക്, മുസ്ലിമീങ്ങളിലേക്ക് നോക്കുകയാണ്. അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്, മക്കയിലെ ഖുറൈശികളുണ്ട്.
അത്രയും കാലവും ജാതീയതയിൽ വിശ്വസിച്ച മക്കയിലെ ഖുറൈശികൾ, മക്കയിലെ മുശ്രിക്കുകൾ അവരെന്താ കരുതിയെന്നറിയുമോ? നൂഹ് അലൈഹി ഇസ്ലാമിന് സാമ് എന്ന പേരുള്ള ഒരു മകനുണ്ട്. ആ സാമിന്റെ മക്കളാണ് അറബികൾ. ആ സാമിന്റെ മക്കൾ ഉന്നതരാണ്, കുലീനരാണ്. അതേസമയം നൂഹ് അലൈഹി ഇസ്ലാമിന് ഹാമ് എന്ന് പറയുന്നത് മറ്റൊരു മകനുണ്ടായിരുന്നു. ആ മകന്റെ മക്കളാണ് ഇന്നത്തെ ആഫ്രിക്കയിലെ കറുത്ത വംശജർ. അതുകൊണ്ട് ആഫ്രിക്കയിലെ കറുത്ത വംശജരെക്കാൾ ഉന്നതരാണ്, കുലീനരാണ് അറബികളായ വെളുത്തവരായ ഞങ്ങൾ എന്ന് കരുതിയവരായിരുന്നു മക്കത്തെ ഖുറൈശികളായിട്ടുള്ള ആളുകൾ. കറുത്തവനേക്കാൾ വെളുത്തവനാണ് ഉന്നതൻ എന്ന് കരുതിയവർ. കറുത്തവൻ അധമനാണ്, വെളുത്തവൻ ഉന്നതനും കുലീനനുമാണെന്ന് വിശ്വസിച്ച മക്കയിലെ ഖുറൈശികളുടെ മുമ്പിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് എന്ന് പറയുന്ന അടിമപ്പെണ്ണിന്റെ മകനെ വിളിച്ചു വരുത്തുന്നത്. ബിലാൽ, നമസ്കാരത്തിന്റെ സമയമായി ബാങ്ക് കൊടുത്തു. കഅബയുടെ മുറ്റത്ത് ബാങ്ക് കൊടുക്കാൻ ഒരുങ്ങുന്ന നബി ബിലാലിന്റെ തോളത്ത് തട്ടിയിട്ട് നബി പറഞ്ഞു, ബിലാൽ, കഅബയുടെ മുറ്റത്തല്ല ബാങ്ക് കൊടുക്കേണ്ടത്, ഹറമിന്റെ മുറ്റത്തല്ല നീ ബാങ്ക് കൊടുക്കേണ്ടത്. ഇതാ എന്റെ തോളിലും എന്റെ കയ്യിലും പിടിച്ചുകൊണ്ട് നീ കയറ്. ഈ കാബാലയത്തിന്റെ കറുത്ത കില്ലകൾ കാണുന്നില്ലേ? ആ കറുത്ത കില്ലയിൽ പിടിച്ച് നീ കയറ്. കാബയുടെ മുകളിൽ കയറ്, കാബയുടെ മുകളിൽ കയറ്. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹുവിന്റെ വചനമാണ്. ആദമിന്റെ സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. ആദമിന്റെ സന്തതികളായ മനുഷ്യപുത്രനായ എല്ലാ മനുഷ്യരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു. മനുഷ്യരിൽ അധമനും ഉത്തമനുമില്ല. ജന്മം കൊണ്ട് ഒരാൾ അധമനാവൂല, ജന്മം കൊണ്ട് ഒരാൾ താഴ്ന്ന ജാതിക്കാരനാവൂല, ജന്മം കൊണ്ട് ഒരാൾ ഉയർന്ന ജാതിക്കാരനാവൂല. ഏറ്റവും ഉന്നതനായവൻ, ഏറ്റവും കുലീനൻ മനുഷ്യനാവുക എന്നതാണ്. മനുഷ്യന്റെ ആദമിന്റെ മക്കളെല്ലാം ഒരേ ജാതിക്കാരാണ്, ഒരേ നിലവാരത്തിലുള്ളവരാണ്. ബിലാൽ കാബയുടെ മുകളിൽ കയറി. കാബയുടെ മുകളിലേക്ക് ആ കുറുകിയ മനുഷ്യൻ, കറുത്ത മനുഷ്യൻ, ചുരുണ്ട മുടികളുള്ള മനുഷ്യൻ ഏന്തി വലിഞ്ഞ് കയറുന്നത് അന്നത്തെ മക്ക മുശ്രിക്കന്മാർ കണ്ടു. കാബയുടെ മുകളിൽ കയറിക്കൊണ്ട് മഹാനായ ബിലാലിനെ വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞു. 1400 വർഷം. എന്നും നമ്മൾ ഓതുന്ന ഖുർആനിൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. യാ അയ്യുഹന്നാസ്, ആമനു, വിശ്വാസികളോ എന്നല്ല അഭിസംബോധന ചെയ്തത്. അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, മനുഷ്യരെ നിങ്ങൾ എല്ലാവരും ആദമിന്റെയും ഹവ്വയുടെയും കുഞ്ഞുങ്ങളാണ്. എല്ലാവരുടെയും ഉപ്പയും ഉമ്മയും ഒന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ വ്യത്യസ്ത വർഗത്തിൽ പിറന്നവരായിരിക്കും, വ്യത്യസ്ത കുടുംബത്തിൽ പിറന്നവരായിരിക്കും, വ്യത്യസ്ത ദേശീയത ഉള്ളവരായിരിക്കും, വ്യത്യസ്ത വർണ്ണങ്ങളുള്ളവരായിരിക്കും, വ്യത്യസ്ത വർഗങ്ങളുള്ളവരായിരിക്കും, ഭാഷകൾ ഉണ്ടായിരിക്കും. അതെല്ലാം കേവലമായിട്ട് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ മാത്രമുള്ളതാണ്. അതല്ലാതെ നിങ്ങൾക്കിടയിൽ വിവേചനത്തിന്റെ മതിലുകൾ പണിയാനുള്ളതല്ല നിങ്ങളുടെ ഗോത്രങ്ങളും നിങ്ങളുടെ തറവാട്ട് പേരുകളും എന്ന് പഠിപ്പിച്ച് വിശുദ്ധ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഒടുക്കത്തിൽ മരണപ്പെടുന്നതിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് തന്റെ അനുജനന്മാരെ സാക്ഷിയാക്കിക്കൊണ്ട് നിർവഹിച്ച പ്രഭാഷണമായിരുന്നു ഖുതുബത്തുൽ വിദാ. തന്റെ അവസാനത്തെ ഹജ്ജിൽ നിർവഹിച്ച ഖുതുബ. ആ ഖുതുബ നബിതങ്ങൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: അലാ ലാ ഫർള ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലിഅബിയദ അലൽ അസ്വദ് വലാ ലിഅസ്വദ അലൽ അബിയദ്. വെളുത്തവനേക്കാൾ കറുത്തവനോ കറുത്തവനേക്കാൾ വെളുത്തവനോ ഉന്നതനോ കുലീനനോ അല്ല. അറബിയേക്കാൾ അനറബിയോ അനറബിയേക്കാൾ അറബിയോ മാന്യനോ കുലീനനോ അല്ല. എല്ലാ ആളുകളിലും ഏറ്റവും കുലീനൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ തഖ്വയുള്ളവനാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ്. കുല്ലുക്കും മിൻ ആദം വആദമു തുറാബ്. മനുഷ്യ ചരിത്രത്തിൽ ഇന്ന ആളുടെ മകനായി ജനിച്ചുപോയി എന്നതിന്റെ പേരിൽ ഒരുപാട് ക്രൂരതകളും യാതനകളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം സഹിച്ച മനുഷ്യരുടെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ സാക്ഷിയാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്, ആദം മണ്ണിൽ നിന്നുള്ളവരാണ്. 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും വെളിച്ചം കാണാത്ത മനുഷ്യർ നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിലും 1400 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ
നമ്മൾ യൂറോപ്പിൽ റിനൈസൻസ് സംഭവിച്ചു, എൻലൈറ്റ്മെന്റ് സംഭവിച്ചു, നവോത്ഥാനം സംഭവിച്ചു എന്ന് വാദം പറയാനുള്ള 300-400 വർഷങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ആ 300-400 വർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഇന്നും വെളിച്ചം കാണാത്ത മനുഷ്യർ നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ജാതീയതയുടെ കുടില മനോഭാവമായിട്ട് നമ്മളും ജീവിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ 5ാം നിലയിൽ നിന്ന് നിതിൻ രാജ് എന്ന് പറയുന്ന BDSലെ ഒന്നാം വർഷ വിദ്യാർത്ഥി ചാടി ആത്മഹത്യ ചെയ്തത്. താൻ അനുഭവിച്ച ജാതി വിവേചനത്തിന്റെ പേരിൽ, താൻ അനുഭവിച്ച അസമത്വത്തിന്റെ പേരിൽ. പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ നാടിന് സാധിക്കുന്നില്ല, നമ്മുടെ നാടിന് നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രഖ്യാപിക്കുകയാണ്, നിതിൻ രാജിന്റെ കുടുംബത്തിന് ഞങ്ങൾ വീട് പണിതു കൊടുക്കും. വീടില്ലാത്തതിന്റെ പേരിലല്ല ആ കുട്ടി ആത്മഹത്യ ചെയ്തത്, സമ്പത്തില്ലാത്തതിന്റെ പേരിലല്ല ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. വാടക വീട്ടിൽ ജീവിക്കാൻ അന്നമില്ലാത്ത സമയത്തും ഒരു കോച്ചിങ് സെന്ററിൽ പോലും പോവാതെ സ്വന്തമായി 2 വർഷം കുത്തിയിരുന്ന് BDSന് അഡ്മിഷൻ മാറ്റി വന്ന ആ മിടുക്കനായ വിദ്യാർത്ഥി തന്റെ ജീവിതം അനുഭവിച്ചത് താൻ ജനിച്ചു പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. എന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ആലോചിച്ചിട്ടാണ്. തന്റെ ജാതിയുടെ പേരിൽ വിമർശിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ഇതിന്റെ പേരിലാണ്. ഏപ്രിൽ 10-ാം തീയതിയായിരുന്നു ആ ചെറുപ്പക്കാരൻ, ആ ബിരുദ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. വളരെ വിരോധാഭാസം. അത് കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഏപ്രിൽ 14. എന്താണ് ഏപ്രിൽ 14ന്റെ പ്രത്യേകത? ഏപ്രിൽ 14നാണ് നമ്മുടെ കോളേജുകളിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം BR അംബേദ്കർ ജയന്തി നമ്മൾ ആചരിക്കുന്നത്. അംബേദ്കർ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ട് ഇത്രയും വർഷങ്ങൾ കടന്നുപോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 25ഓളം വർഷങ്ങൾ കടന്നുപോയി. ഇന്ത്യയിൽ സ്വതന്ത്ര റിപ്പബ്ലിക്കായി ഇത്രയും വർഷം കടന്നുപോയി. ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ജാതിയുടെ ഏറ്റവും വലിയ കോമരങ്ങൾ ജീവിക്കുന്ന ഒരു കെട്ട രാജ്യമാണല്ലോ നമ്മുടെ രാജ്യം എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ വിലപിക്കുകയാണ്, നമ്മൾ ദുഃഖിക്കുകയാണ്. അംബേദ്കർ മഹർ എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ച മനുഷ്യനായി തന്റെ കുഞ്ഞുനാളിൽ എല്ലാവിധ ജാതിയുടെ വിവേചനവും അനുഭവിച്ച മനുഷ്യൻ സ്വന്തം അധ്വാനത്തിലൂടെ പഠിച്ചു. ഈ നിതിൻ രാജിനെ പോലെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദം നേടി, അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ MA കരസ്ഥമാക്കി, അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എക്കണോമിക്സിൽ PhD കരസ്ഥമാക്കി, ലണ്ടനിലെ സ്കൂൾ ഓഫ് കൊമേഴ്സിൽ വെച്ച് DSc ഡോക്ടർ ഓഫ് സയൻസ് എക്കണോമിക്സ് പാസ്സായി, UK വെച്ച് തന്നെ ഇംഗ്ലണ്ടിൽ വെച്ച് തന്നെ LLB പാസ്സായി. ഇത്രയും വലിയ വിദ്യാഭ്യാസങ്ങളും എല്ലാം നേടിയിട്ട് BR അംബേദ്കർ നാട്ടിലേക്ക് മടങ്ങി വന്നു. ബോംബെയിലെ ഒരു ഹോട്ടലിൽ മുറിയെടുക്കാൻ അദ്ദേഹം ചെന്നു. അദ്ദേഹത്തിന് മുറി ലഭിച്ചില്ല. അന്ന് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും എല്ലാം മുറി ലഭിച്ചിരുന്നത് ഉന്നത ജാതിക്കാർക്ക് മാത്രമായിരുന്നു. താമസിക്കാൻ കിടന്നുറങ്ങാൻ ഒരിടം പോലും ഇല്ലാതെ അദ്ദേഹം റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ കേണു. കിടക്കാൻ ഒരു സ്റ്റോർ റൂം കാണിച്ചു കൊടുത്തു. കട്ടിലുകളും പഴയ വസ്തുക്കളും എല്ലാം കൂട്ടിവെച്ച് സ്റ്റോർ റൂമിൽ എലികളോടൊപ്പം കിടന്നുറങ്ങിയ BR അംബേദ്കർ. ബോംബെ യൂണിവേഴ്സിറ്റി അധ്യാപകനെ അദ്ദേഹം നിയമിതനായി. സ്റ്റാഫ് റൂമിൽ അധ്യാപകന്മാർക്ക് വേണ്ടി കുടിക്കാൻ വെച്ച വെള്ളം കുടിക്കാൻ ശ്രമിച്ചപ്പോൾ കൂടെയുള്ള ജാതി കോപരങ്ങൾ അംബേദ്കർ എന്ന് പറയുന്ന മഹാമനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ അനുവാദമില്ല, നിങ്ങൾ താഴ്ന്ന ജാതിക്കാരനാണ്, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അതേ കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇക്വാലിറ്റി പഠിപ്പിച്ച അംബേദ്കർ, വി ആർ ദ പീപ്പിൾ ഓഫ് ദ ഇന്ത്യ, നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്ത് തന്നെ ഇത്രയും വൈവിധ്യങ്ങളുള്ള രാജ്യം, ഇത്രയും ഭാഷകളും ഇത്രയും വർണ്ണങ്ങളും ഇത്രയും സ്റ്റേറ്റുകളും ഇത്രയും വർഗവും ഇത്രയും മതങ്ങളും ജാതിയും എല്ലാം ഉള്ള രാജ്യത്തിന് ഇത്രയും മനോഹരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന സംവിധാനിച്ച അംബേദ്കർ ഭരണഘടനയിൽ ആദ്യ പേജിൽ അദ്ദേഹം കുറിച്ച 3 പ്രധാനപ്പെട്ട പദങ്ങളായിരുന്നു ജസ്റ്റിസും, ഇക്വാലിറ്റിയും, ലിബർട്ടിയും, ഫ്രട്ടേണിറ്റിയും. നീതി ഉണ്ടാവണം, സ്വാതന്ത്ര്യം ഉണ്ടാവണം, സമത്വം ഉണ്ടാവണം, സാഹോദര്യം ഉണ്ടാവണം. അതിൽ നീതി പുലർന്നില്ല, അതിൽ സമത്വം പുലർന്നില്ല എന്നുള്ളതാണ് ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ടും അഞ്ചരക്കണ്ടിയിൽ നമ്മൾ കണ്ടത്. അതിൽ ആ അധ്യാപകൻ മാത്രമല്ല കുറ്റക്കാരൻ, അധ്യാപകൻ കുറ്റക്കാരാണ്, ആ മാനേജ്മെന്റ് കുറ്റക്കാരാണ്, കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ കുറ്റക്കാരാണ്, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം കുറ്റക്കാരാണ്, നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റും ഗവൺമെന്റും ആ കുട്ടിയുടെ മരണത്തിൽ കുറ്റക്കാരാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്.
അധ്യാപകൻ ഏകദേശം 15 വർഷക്കാലം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ഞാൻ എൻ്റെ ഒരു കസിനെ കോൺടാക്ട് ചെയ്തു. മഞ്ചരക്കടി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടറായി BDS പൂർത്തിയാക്കി ഇപ്പോൾ ഒരു ഡെന്റൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്ന എൻ്റെ കസിൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അയാളുണ്ടായിരുന്നു? എൻ്റെ കസിൻ പറഞ്ഞു, ഞങ്ങൾ പഠിക്കുന്ന സമയത്തും അയാളുണ്ടായിരുന്നു. അന്നും അദ്ദേഹം അങ്ങനെയാണ്, ഇന്നും അദ്ദേഹം അങ്ങനെയാണ്. 15 വർഷത്തോളം കാലം കുട്ടികളെ മാനസികമായി ജാതി പറഞ്ഞ് മതം പറഞ്ഞ് ടോർച്ചർ ചെയ്ത ഒരു സൈക്കോയെ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ അടങ്ങുന്ന ഒരു മാനേജ്മെന്റിന്റെ സ്ഥാപനത്തിൽ അദ്ദേഹം ജീവിക്കുക? ആ മനുഷ്യൻ മുസ്ലിം പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ തട്ടമണിഞ്ഞ് വരുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ തീവ്രവാദികളാണെന്ന് ചോദിക്കുകയാണ്. നോമ്പുനേറ്റ മുസ്ലിം ആൺകുട്ടികളോട് വള്ളം കാണിച്ച് കുടിക്കണമെന്ന് പറയുകയാണ്. കറുത്ത കുട്ടികളോട് ബ്ലാക്ക് ക്രോക്കോച്ച് എന്ന് വിളിച്ച് അപമാനിക്കുകയാണ്. വെളുത്ത പെൺകുട്ടികളെ കാണുമ്പോൾ ബ്യൂട്ടിഫുൾ സെൻട്രല്ല എന്ന് വിളിക്കുന്ന മനുഷ്യൻ ജീവിക്കുന്നത് 2025 നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇദ്ദേഹം പഠിച്ചത് മെഡിക്കൽ സയൻസ് തന്നെയാണോ പഠിച്ചതെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇത്രയും കിരാത മനസ്സുള്ള മനുഷ്യർ, അയാൾ ഒരു വ്യക്തി മാത്രമല്ല, റാം എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് റാമുമാരെ ഇന്ത്യയിലെ സ്ഥാപനങ്ങളിൽ, ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കോളേജ് മാനേജ്മെന്റ് ഉത്തരവാദികളാണ്, കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ ഉത്തരവാദികളാണ്. നമ്മുടെ കോളേജുകളും ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾ പരസ്പരം തമ്മിൽ ഇടകൂടാറില്ലേ? ജൂനിയറും സീനിയറും പരസ്പരം തമ്മിൽ ഇടകൂടാറില്ലേ? നമ്മളെ ആൺകുട്ടികൾ കോളേജുകൾ പല കാര്യത്തിലും പരസ്പരം തമ്മിൽ ഇടകൂടാറില്ലേ? നമ്മുടെ ആൺകുട്ടികൾക്ക് നമ്മുടെ ചെറുപ്പക്കാർ നട്ടല് കാണിക്കേണ്ടത് ഇത്തരത്തിലുള്ള അനീതികളും അധാർമികതയും കാണുന്ന ഇടങ്ങളിലാണ്. നമ്മുടെ കുട്ടികൾക്ക് നട്ടലുണ്ടാവേണ്ടത്, നമ്മുടെ കുട്ടികളുടെ കൈകൾ ഉയരേണ്ടത്, നമ്മുടെ കുട്ടികളുടെ മുഷ്ടി ഉയരേണ്ടത്. ഭരണം നടന്നിട്ട് ഇത്രയും ദിവസമായി നമ്മുടെ നാട്ടിലെ നിയമപാലകർക്ക് ആ കുറ്റവാളിയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവർക്കും പരിചയമുള്ള മുഖമുള്ള വ്യക്തി ഇത്രയും വലിയ സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ പിടിക്കപ്പെടാത്തതിന്റെ പിന്നിലുള്ള കാരണം നമുക്കൊക്കെ അറിയാം. ഈ കൊലയിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകൾ ഉത്തരവാദികളാണ്, സർക്കാരുകൾ ഉത്തരവാദികളാണ്. 2016 രോഹിത് വേമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഹൈദരാബാദ് ഇഫ്രൂൾ യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്യുന്നത്. PhD വിദ്യാർത്ഥിയായിരുന്നു. ജാതി വിവേചനത്തിന്റെ പേരിലാണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. ഒരു രോഹിത് വേമുല മാത്രമല്ല, ഒരു നിതിൻ രാജ് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 122ഓളം കുട്ടികൾ ജാതി വിവേചനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ട്. 10 വർഷക്കാലമായി ഇന്ത്യയിൽ രോഹിത് വേമുല ആക്ട് പാസ്സാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. കോളേജുകളിലും സ്ഥാപനങ്ങളിലും ജാതി വിവേചനം ഉണ്ടാകാൻ പാടില്ല, ജാതിയുടെ പേരിൽ അസമത്വം ഉണ്ടാകാൻ പാടില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല. ഈ ജാതിയെ പരിലാളിച്ചു പോവുക എന്നുള്ളത് ചില ആളുകളുടെ ലക്ഷ്യമാണ്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന സവർണരുടെ ആവശ്യമാണ് ഈ ജാതിയെ ഇങ്ങനെ താങ്ങി കൊണ്ടുപോകണം. ഈ വേളയിൽ ഞാൻ ഹിന്ദുമതത്തിന്റെ തിയോളജിയെ വിമർശിക്കുകയാണ്, ഹിന്ദുമതത്തിലെ മോക്ഷ സിദ്ധാന്തത്തെ ഞാൻ വിമർശിക്കുകയാണ്. എന്താണ് ഹിന്ദുമതത്തിലെ മോക്ഷ സിദ്ധാന്തം? ഹിന്ദുമതത്തിലെ മോക്ഷ സിദ്ധാന്തം പരിപൂർണമായി നിലകൊള്ളുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയിലാണ്. മനുഷ്യർ 4 വർണ്ണത്തിലാണ്, 4 ജാതിയിലാണ്. അതിൽ ഏറ്റവും ഉന്നതർ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന്റെ തലയിൽ നിന്നുള്ളവനാണ്. ബ്രാഹ്മണനാണ് ദിവ്യത്വമുള്ളവൻ. ബ്രാഹ്മണൻ ദൈവത്തിന്റെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടവരാണ്, ദേവീ ദേവന്മാരുടെ നിർവഹണം നിർവഹിക്കേണ്ടവരാണ്. രണ്ടാമത്തെ വിഭാഗക്കാർ ക്ഷത്രിയരാണ്. ക്ഷത്രിയർ ബ്രഹ്മാവിന്റെ നെഞ്ചിൽ നിന്നുള്ളവരാണ്. ക്ഷത്രിയരാണ് രാജ്യം ഭരിക്കേണ്ടത്, ക്ഷത്രിയരാണ് യുദ്ധം ചെയ്യേണ്ടത്. മൂന്നാമത്തെ വിഭാഗം ബ്രഹ്മാവിന്റെ തുടയിൽ നിന്നുള്ളവരാണ്, അവർ വൈശ്യരാണ്. വൈശ്യർ കർഷകരാണ്, അവർ കച്ചവടക്കാരാണ്. 4ാമത്തെ വിഭാഗമുണ്ട്, അവർ ശൂദ്രരാണ്, അവർ അധമ വിഭാഗമാണ്, ജന്മം കൊണ്ട് അധമരായവരാണ്. അപ്പോൾ ശൂദ്രർ എന്ത് ചെയ്യണം? അവരുടെ മുകൾ ജാതിക്കാരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് പാദസേവ ചെയ്യണം, അവർക്ക് ദാസ്യവേല ചെയ്യണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചെടുത്താണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ശൂദ്രന് എങ്ങനെ മോചനം ലഭിക്കും, എങ്ങനെ മോക്ഷം ലഭിക്കും? തന്റെ മുകളിലുള്ള ബ്രാഹ്മണനെ ആദരിക്കുകയും അവർക്ക് അടിമപ്പണി എടുക്കുകയും ചെയ്താൽ ഒരു ശൂദ്രന് മോക്ഷം ലഭിക്കും. എന്താ മോക്ഷം? മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കാം എന്നുള്ളതാണ് മോക്ഷം. ഇനി അഥവാ എങ്ങാനും ഒരു ശൂദ്രൻ തന്റെ വർണ്ണപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ അടുത്ത ജന്മത്തിലും അവൻ ശൂദ്രനായിട്ട്, അവൻ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ആണ് ജനിക്കുക എന്നുള്ളത് കൃത്യമായി എഴുതപ്പെട്ട ഹിന്ദു തിയോളജിയാണ്. അത് വിമർശിക്കപ്പെടേണ്ടതുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അത് എന്നും വിശ്വസിച്ചു പോരുന്ന പലരും നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലെ സവർണം.
നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാർ, ഖേദകരമെന്ന് പറയട്ടെ, നല്ല ഹിന്ദുക്കളെന്ന് നമ്മൾ പറയുന്നവർ പോലും, മഹാത്മാഗാന്ധി പോലും വർണ്ണാശ്രമ വ്യവസ്ഥ നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിത്വമായിരുന്നു. പക്ഷെ വളരെ രസകരമായ കാര്യം, 1960 വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഗാന്ധിജി കേരളത്തിൽ വരുന്നുണ്ട്. വൈക്കം ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക്, ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്. ആ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധി വന്നു. അന്ന് വൈക്കം ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം ഇണ്ടംതുരുത്തി മനയിലെ തമ്പുരാനായിരുന്നു, നമ്പൂതിരിക്കായിരുന്നു. നമ്പൂതിരിയുമായി ചർച്ച ചെയ്യാൻ വേണ്ടി ഗാന്ധിജിയും കൂടെയുള്ള ആളുകൾ ഇണ്ടംതുരുത്തി മനയിലേക്ക് പോയി, വൈക്കത്തുള്ള. പക്ഷേ ആ മനയുടെ വാതിൽ ഗാന്ധിജിക്ക് മുമ്പിൽ തുറന്നില്ല. ഗാന്ധിജിയെ മനയുടെ പുറത്തിരുത്തി, വീട്ടിന്റെ പുറത്തിരുത്തി. കാരണം മന നമ്പൂതിരികളുടേതാണ്. ഗാന്ധിജി വൈശ്യനായ ഗാന്ധിജിക്ക് മനയിൽ കയറാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തിരുത്തി കൂടിയാലോചന നടന്നു പിരിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ചരിത്രത്തിലെ ഈ പ്രമാണിമാരോടെല്ലാം ചരിത്രം പകരം വീട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞപ്പോൾ അന്ന് വൈക്കത്തെ ഇണ്ടംതുരുത്തി മല ഇന്ന് ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസാണ്. ചരിത്രം ഈ രീതിയിലുള്ള ജാതീയതയോടെ, ഈ ജാതി വിവേചനത്തോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അത് നമ്മൾ കണ്ടതാണ്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തുള്ള പ്രശ്നമാണ്. ലോകം എത്രയും വലിയ ടെക്നോളജിയായി, ലോകം എത്രയും വളർന്നു എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ അകത്തുള്ള ഈ വർണ്ണബോധത്തിന് ഒരു മാറ്റമില്ല. കറുത്തവനായിട്ട് വെറുത്തവൻ മാത്രമായിട്ട് കണക്കാക്കുക, ദേശീയതയുടെ പേരിൽ സങ്കുചിത്വം കണക്കാക്കുക. ഇതിന് നമ്മളെക്കാൾ എത്രയോ മുന്നിലാണ് യൂറോപ്യ എന്ന് പറയുന്ന ഏറ്റവും വികസിത ജനത എന്ന് നമ്മൾ പറയുന്ന യൂറോ കപ്പിൽ ബെല്ലോട്ടല്ലി എന്ന് പറയുന്ന ഒരു കളിക്കാരനുണ്ടായിരുന്നു, ഇറ്റലിക്കാരനായിരുന്നു. കരിങ്കുരങ്ങ് എന്നായിരുന്നു യൂറോപ്യർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. യൂറോ കപ്പിൽ ഒരു പെനാൽറ്റി ഗോൾ മിസ്സാക്കിയപ്പോൾ റാഷ്ഫോർഡിനെ ഇംഗ്ലണ്ടുകാരെ സ്വന്തം രാജ്യക്കാർ വിളിച്ചിരുന്നത് ബ്ലാക്ക് ക്രോ എന്നായിരുന്നു. ബ്ലാക്ക് ക്രോ എന്ന പേര് എഴുതി വെച്ച് അന്ന് ഇംഗ്ലണ്ടിലെ തെരുവോരങ്ങളിൽ റാഷ്ഫോർഡിനെ കുറ്റം പറഞ്ഞു. എന്താ പ്രശ്നം? കറുത്തവൻ അധമനാണ് എന്നുള്ള ആ ബോധ്യം, ആ ബോധം, അത് വർഗചിന്തയിലും കാണാൻ സാധിക്കും. എന്ന് പറയുന്ന ജർമ്മൻകാരനായ കളിക്കാരൻ, അദ്ദേഹം നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് റിട്ടയർ ചെയ്തു, ഇന്റർനാഷണൽ കളിയിൽ നിർത്തി. അദ്ദേഹം പറഞ്ഞ കാര്യം, എന്റെ രാജ്യത്തിന് വേണ്ടി വേൾഡ് കപ്പ് നേടിക്കൊടുത്ത കളിക്കാരനാണ് ഞാൻ, ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് ഞാൻ നന്നായി കളിച്ച കളികൾ കളിക്കുമ്പോൾ ഞാൻ ജർമ്മൻകാരനായ മുസ്ലിം. എന്നാൽ എന്റെ ടീം പരാജയപ്പെടുമ്പോൾ ഞാൻ തുർക്കിയിൽ നിന്ന് കുടിയേറി പാർത്ത ഒരു വിദേശി, ഒരു മുസ്ലിം. അപ്പോൾ എന്നെ അവർ വിളിക്കുന്നത് ഓസിൻ എന്നാണ് വിളിക്കുന്നത്. ഈ രീതിയിലുള്ള വിവേചനം എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കും, എല്ലായിടങ്ങളിലും. നമ്മൾ ഏറ്റവും വലിയ വികസിത രാജ്യം എന്ന് പറയുന്ന അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നടന്നു കാണാൻ സാധിക്കുന്നത്. കറുത്തവർ അധമരാന്ന് കരുതിപ്പോകുന്ന ഒരു നാട്. കാഷ്യസ് ക്ലേ എല്ലാം നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. യുഎസിന്റെ ചരിത്രത്തിൽ 3 തവണ ലോക ചാമ്പ്യനായി മാറിയ ഗുസ്തി കളിക്കാരൻ. 1960 നടന്ന ഒളിമ്പിക്സിൽ അദ്ദേഹം സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ബോക്സിംഗ് സ്വർണ്ണ മെഡൽ വാങ്ങി അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചെത്തി ഹോട്ടൽ മുറിയിൽ അദ്ദേഹത്തിന് നല്ല മുറി കിട്ടിയില്ല. കാരണം വന്നത് അദ്ദേഹം ബ്ലാക്കാണ്. ബ്ലാക്കുകൾക്ക് നല്ല മുറികൾ കൊടുക്കാറില്ല, സെക്കൻഡ് ക്ലാസ് മുറികൾ നൽകാമെന്ന് പറഞ്ഞു. തനിക്ക് കിട്ടിയ ആ സ്വർണ്ണ മെഡൽ പരസ്യമായ ഒരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന അടിമകൾക്കിടുന്ന പേര് ഉപേക്ഷിച്ചുകൊണ്ട് മുഹമ്മദ് അലി എന്നുള്ള പേര് സ്വീകരിച്ചു. മനുഷ്യചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ, ഈ വിവേചനത്തിന്റെ, ഈ വർണ്ണമുറിയുടെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കരുതി പോരണ്ട, ഇതൊക്കെ വേറെ നാടുകളിലാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല, എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല എന്ന് നമ്മൾ കരുതിപ്പോരും. പക്ഷെ നമ്മുടെ എല്ലാം മനസ്സിൽ ആ ജാതിയുണ്ട്, നമ്മുടെ എല്ലാം മനസ്സിൽ ആ വർണ്ണവെറിയുണ്ട്. അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിശപ്പിന്റെ പേരിലാണ് അല്പം അരി കട്ട് തിന്നത്. ആദിവാസിയായ ചെറുപ്പക്കാരനെ മലയാളികളായ സാക്ഷരരായ നമ്മൾ കൂട്ടം കൂടി കൊന്നു. ഇത് കുറച്ച് മുമ്പാണെങ്കിൽ തൊട്ടടുത്തും സംഭവിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് 31 വയസ്സ് മാത്രമുള്ള ഒരു മനുഷ്യൻ തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പോറ്റാൻ വേണ്ടി അതിഥി തൊഴിലാളിയായിക്കൊണ്ട് കേരളത്തിലേക്ക് വന്നു. ആ മനുഷ്യനൊന്നും മോഷ്ടിച്ചിട്ടില്ല,
ഒന്നും കട്ടിട്ടില്ല, ഒന്നും മോഷ്ടിക്കാത്ത ആ മനുഷ്യനെ മലയാളികളായ മനുഷ്യരെ അടിച്ചുകൊണ്ടത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടാണ്. എങ്ങനെയാണ് ബംഗ്ലാദേശിയെ കൊല്ലൽ അനുവദനീയമായി മാറുക? എങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കൊല്ലുക? അതൊരു വർഗബോധമാണ്. ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ മലയാളിയാണ്, അവൻ ബംഗാളിയാണ്, അവൻ നേപ്പാളിയാണ്, അവൻ ഒറീസക്കാരനാണ്, അവൻ ബീഹാരിയാണ്. അതിഥി തൊഴിലാളികളോട് പോലും മലയാളികളായ തൊഴിലാളികളോട് കാണിക്കുന്ന പെരുമാറ്റത്തോടല്ലാതെ നമ്മൾ അധമബോധത്തോടു കൂടി അതിഥി തൊഴിലാളികളോട് പോലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ എല്ലാം മനസ്സിൽ ആ വർണ്ണവെറിയുണ്ട് എന്നുള്ളതാണ്, ആ വർണ്ണ വിവേചനം ഉണ്ട് എന്നുള്ളതാണ്. അത് പതിയെ പതിയെ നമ്മൾ സാധാരണഗതി പറയാറുള്ളത് ഇതൊക്കെ ഹിന്ദുക്കളിലുള്ളത്, ജാതി ഹിന്ദുക്കളിലാണ്. ക്രൈസ്തവர்களுടെ ജാതി, മുസ്ലിമീങ്ങളും പതിയെ പതിയെ ജാതി ഉണ്ട് എന്നുള്ള അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ മഹല്ല് കമ്മിറ്റി രൂപീകരിച്ചു. അതിൽ ചേരാൻ വേണ്ടി സാലിം അലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അപേക്ഷ കൊടുത്തു. അയാൾക്ക് കൊടുത്തില്ല. കാരണം പറഞ്ഞത് അദ്ദേഹം ലബ്ബ കുടുംബത്തിൽ പിറന്ന ആളാണ്. ലബ്ബ കുടുംബത്തിനും വസ്സാൻ കുടുംബത്തിനും പിറന്ന ആളുകൾക്ക് ഞങ്ങൾ മഹല്ല് കമ്മിറ്റിയിൽ സ്ഥാനം കൊടുക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിരുത്തി ചങ്ങനാശ്ശേരിയിലെ മഹല്ല് കമ്മിറ്റി. എന്താ ലബ്ബക്കാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയ മുസ്ലിം ഫാമിലിയാണ് ലബ്ബ എന്ന് പറയുക. ആരാണ് വസ്സാൻമാർ? പഴയ കാലഘട്ടങ്ങളിൽ മുടി വെട്ടുക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിരുന്ന, അതുപോലെ തന്നെ സുന്നത്ത് കർമ്മം നിർവഹിച്ച ജോലികളിൽ ഏർപ്പെട്ട ആൾക്കാരാണ് വസ്സാൻമാർ. ആ വസ്സാൻമാർ മുസ്ലിമുകൾക്കിടയിൽ പോലും ഇന്ന് വിവേചനം അനുഭവിക്കുന്നുണ്ട്. അത് സത്യമാണ്. മുസ്ലിങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ നിർത്തണം. വളരെ ഖേദകരം എന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ ഏറ്റവും വ്യക്തമായ വചനമാണ് സൂറത്തുൽ ഹുജറാത്തിലെ വചനം, മനുഷ്യരെല്ലാം ഒന്നാണ്. അതിപ്പോൾ മുസ്ലിമീങ്ങൾ പോലെ പണ്ഡിതന്മാരും തെറ്റായ വ്യാഖ്യാനങ്ങൾ വെക്കുകയാണ്. എന്താ ഖുർആനുള്ള പദം? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ തഖ്വയുള്ള ആളുകളാണ്. അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. ഖുർആനിൽ ഉപയോഗിച്ച പദം ഇൻദല്ലാഹ് എന്നാണ്. അത് മനുഷ്യർക്കിടയിൽ ബാധകല്ല. അള്ളാഹുവിന്റെ അടുക്കൽ മാഷറിൽ എത്തുന്ന സമയത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ ദുനിയാവിൽ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ അഷ്റഫികൾ മുകളിലാണ്, ഞങ്ങൾ തങ്ങൾമാർ മുകളിലാണ് എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരു തമ്മാടിയായ ഫാസിക്കായ തങ്ങൾ ഉണ്ടാവുകയും ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രയോറിറ്റി കൊടുക്കപ്പെടേണ്ടത് മുഅ്മിനായ മനുഷ്യനാണ്. ഒരു മുഅ്മിനായ തങ്ങൾ, ഒരു മുഅ്മിനായ സാധാ മനുഷ്യർ, ഇവര് രണ്ടും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനും തഖ്വയും ആർക്കാണുള്ളത്? അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതാണ് ഇസ്ലാമിക ചരിത്രം, അതാണ് ഇസ്ലാമിക പാഠം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് അലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അലി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ആ തങ്ങളായ അലി റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക ലോകം ഭരണം നൽകിയത്. മറിച്ച് അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ യോഗ്യനായ, അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ തഖ്വയിൽ മുന്നിൽ നിൽക്കുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്, ഇതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം, ഇതാണ് ഇസ്ലാമിക ചരിത്രം. അത് വെട്ടിമുറുക്കി തങ്ങളുടെ താല്പര്യങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ മാറ്റത്തിരുത്തലുകൾ ശ്രമിക്കുന്നത് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ജാതീയതയുടെ എല്ലാ മോശങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടുകാരനെ കറുപ്പ എന്ന് വിളിച്ചാൽ നമ്മുടെ മനസ്സിൽ ജാഹിലിയത്ത് ഉണ്ട് എന്ന അർത്ഥം. മെലിഞ്ഞ നമ്മുടെ സുഹൃത്തിനെ എലുമ്പ എന്ന് വിളിച്ചാൽ, കുറച്ച് തടിച്ചുപോയി നമ്മുടെ സുഹൃത്തിനെ ആന എന്ന് വിളിച്ചാൽ നമ്മുടെ മനസ്സിലൊക്കെ ഈ വൃത്തികേട് ഇപ്പോഴും ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മഹാനായ റളിയല്ലാഹു വലിയ സഹാബിയാണ്. ഒരിക്കൽ അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവായിട്ട് കശപിശയിലായി. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ഇബ്ന സൗദ, കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചു. അബൂദർ വലിയ സഹാബിയാണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വിളിച്ചു പോയതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പരാതി വന്നു. അതിന് വലിയ വിഷമാണ്. സ്വന്തം ഉമ്മയുടെ പേര് കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടാൽ, ബോഡി ഷെയിം ചെയ്യപ്പെട്ടാൽ, കറുത്തതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടാൽ, മെലിഞ്ഞതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടാൽ ഒരു മനുഷ്യൻ മാനസികമായിട്ട് വല്ലാതെ അനുഭവിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് പരാതി പറഞ്ഞു. നബി തങ്ങൾ അബൂദറിനെ വിളിച്ചു വരുത്തി. യാ അബൂദർ ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ. അബൂദർ മുസ്ലിമാണ്, അബൂദർ മുഅ്മിനാണ്, അബൂദർ സഹാബിയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നബി തങ്ങൾ പറഞ്ഞു, അബൂദർ നീ മുസ്ലിമും മുഅ്മിനും സഹാബിയൊക്കെ ആണെങ്കിലും നിന്റെ പഴയ ജാഹിലിയത്തിന്റെ, ഈ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് നിന്റെ പഴയ ജാഹിലിയ അജ്ഞാത കാലത്തിന്റെ
അതിന്റെ സ്വഭാവങ്ങൾ ഇന്നും നിന്നിൽ ബാക്കിയാണെന്ന് പഠിപ്പിച്ച ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ ജാതിബോധവും ആ വർഗബോധവും ഞാൻ ഉന്നതനാണ്, അവൻ അധമനാണ്, എന്റെ തറവാട്ട് എന്റെ കുടുംബം ഉന്നതമാണ്, ഇവന്റെ തറവാട് ഇവന്റെ കുടുംബം താഴ്ന്നതാണ് എന്നുള്ള ചിന്ത മാറ്റി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الكريم المعبود واشهد ان لا اله